PSCയുടെ ഏജുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ കേരള PSC യോഗ തീരുമാനമാക്കി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സർക്കാർ 4 വർഷം അല്ലേ, 4 വർഷം നമുക്ക് ഏജ് വർദ്ധിപ്പിച്ച് തന്നപ്പോഴത്തേക്കും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയിലാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു, ഇപ്പോൾ വന്ന അവസരങ്ങളിൽ നമുക്കിനി ഓപ്പർച്യൂണിറ്റി കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത് ഇറാട്ടൻ നോട്ടിഫിക്കേഷൻസ് ഒരു പക്ഷേ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ 27/2 മുതലാണ് നമുക്കിപ്പോൾ ഇതിനാസ്പദമായിട്ടുള്ള എന്ത് വന്നിട്ടുള്ളത്, തീരുമാനം വന്നിട്ടുള്ളത്. അപ്പോൾ 28-ാം തീയതി വന്ന നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും, ഇറാറ്റൻ നോട്ടിഫിക്കേഷൻ ഇറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഈ ഒരു വർഷം ഒരുപാട് പേർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി വരും. അതിനോടൊപ്പം നമ്മുടെ കൺഫർമേഷൻ വന്നിരിക്കുന്നു ഡിഗ്രി പ്രിലിംസിൻ്റെ. അപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ഇപ്പോഴേ മെയിൻസിന് വേണ്ടി പഠിച്ചു കൊടുക്കാനുള്ള സീരീസ് സഹകാരി യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ കമ്പനി ബോർഡ് ആണെന്നുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അതിൻ്റെ ക്ലാസ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഒരു പ്രാധാന്യം കൂടെ എടുത്തു പറയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, പ്രിലിംസ് പാസ്സാകുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് ഈ ഒരു ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻസിൻ്റെ ടോപ്പിക്ക് തന്നെയാണ് കുറേ ഭാഗം പഠിക്കുന്നത് അല്ലേ, അത് നമുക്ക് ഉറപ്പിച്ച് പോകണം. അപ്പോൾ അതിനുവേണ്ടി പരീക്ഷകൾ എഴുതിയുള്ള പ്രാക്ടീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സാം പ്രാക്ടീസിന് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന നമ്മുടെ ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക കേട്ടോ. എന്തായാലും ഇനി വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുമായിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു അവസരം എന്ന് പറയുമ്പോഴത്തേക്ക് മക്കളെ അറിയാമല്ലോ, കടന്നു പോകുന്ന ദിവസം ഇനി ഒരിക്കലും വരില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിവസം മാത്രമല്ല, ഈ നിമിഷം പോലും നമുക്കിനി ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴെന്ത് ചെയ്യുന്നു എന്ന ഒരൊറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത നിമിഷത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുക അല്ലേ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ നിമിഷവും നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. വിജയം നിങ്ങളെ തേടി വരും. താങ്ക് യു.